ഈ മുരിങ്ങയില കർക്കിടക മാസത്തിലും ഈ മഴയുള്ള സമയത്തൊന്നും കഴിച്ചുകൂടാ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞങ്ങളാരും അങ്ങനെ കഴിച്ചിട്ടുമില്ല ഈ മഴയുള്ള സമയത്ത്. പക്ഷേ ഒരു കക്ഷി വന്നിട്ട് പറയുന്നുണ്ട് മുരിങ്ങയില ഈ മഴയുള്ള സമയത്തും കർക്കിടക മാസത്തിലുമൊക്കെ കഴിക്കാം. എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അറിയാവുന്നൊരു കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് അറിയാവുന്ന രീതിയിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും അദ്ദേഹം പറയുന്ന ഒന്ന് കേട്ടു നോക്കാം. സ്വർണം വലിച്ചെറിയുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ മലയാളികളാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഒരു മുരിങ്ങ മൊത്തം ഇങ്ങനെ മുറിച്ച് കിടക്കുകയാണ് ഇവിടെ. എനിക്ക് വിഷമം തോന്നി. നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു അന്ധവിശ്വാസം എന്താണെന്നറിയോ? ഈ മുരിങ്ങയില കർക്കിടക മാസത്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെ എവിടെയും ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പറയുന്നത് എന്താ വെച്ചാൽ ഈ മുരിങ്ങയില നമ്മളിലൂടെ നമ്മളെ മണ്ണിലുള്ള എല്ലാ വിഷങ്ങളും ശേഖരിച്ചിട്ട് ഇത് നിൻ്റെ ഇലയെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ വിഷമൊക്കെ ഇലയിലെത്തും എന്നാണ് പറയുന്നത്. അങ്ങനെ എവിടെയും ഒരു ബൊട്ടാണിസ്റ്റോ ഒരു ശാസ്ത്രീയപരമായിട്ട് ഒരു തെളിവും അതിനില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് നമ്മളുള്ളിൽ കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കം ഛർദിയൊക്കെ വരും എന്നാണ് നമ്മുടെ നാട്ടിലുള്ള വിശ്വാസം. അതിനൊരു കാര്യമില്ല. മറിച്ച് ഈ മുരിങ്ങയില നമ്മൾ സ്ഥിരമായിട്ട്, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാൻ ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.